ആശുപത്രിയിൽ കിടന്ന് മരിക്കുന്നതായിരുന്നു. എന്തിനാ എല്ലാരും കൂടി എന്നെ ജീവിപ്പിച്ച് കൊണ്ടുവന്നത്? എന്തിനാ എല്ലാരും കൂടി എന്നെ വീട്ടിൽ വിഷം കെട്ടിച്ചത്? ചന്ദ്രമ്മ, എന്താ ഇത്? മഹി ഇവിടുത്തെ ഡ്രൈവറല്ലേ? അല്ല മോളെ, മഹി ജയരാമൻ സാറിന്റെ മകന്. ഈ കാണുന്ന സ്വത്തുക്കളുടെ എല്ലാ അവകാശി. എന്താ എന്താ പറഞ്ഞ? അതെ മോളെ, മഹി ഡ്രൈവർ അല്ല. രമാദേവി മേഡത്തിന്റെ ഇളയ മകനാണ് മഹി. ഒരു വീട്ടിലാ. ആ, വീട്ടിലോ? വീട്ടിലെന്ത് ജോലി? ആ ജോലിയാ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്, ഡ്രൈവിംഗ്. ഞാൻ പറഞ്ഞില്ലേ രമാ മേഡത്തിന്റെ രണ്ടാമത്തെ മകന്റെ കാര്യം. താൻ അറിയാത്ത, ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ഈ മുറിയിൽ ആരും കയറുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. അപ്പോ ഇത്രയും നാള് ചിന്നു, വേണ്ട വേണ്ട ചന്ദ്രമ്മ, എല്ലാരും കൂടെ എന്നെ
എന്തിനാ ചന്ദ്രാമ എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്തിനാ എല്ലാരും കൂടെ എന്റെ മനസ്സിനെ ഇങ്ങനെ ചവിട്ടി അരച്ചത്? അയാളൊരു അനാഥനാണെന്നും ഈ വീടിനെ ആശ്രയിച്ച് കഴിയുന്ന വേറൊരു ഡ്രൈവറാണെന്നും എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചപ്പോ നിങ്ങൾക്കൊക്കെ എന്താ കിട്ടിയത്? പറ ചന്ദ്രാമ. എന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച നിങ്ങൾക്കെങ്കിലും എന്നോട് ഈ സത്യം പറയാറുന്നില്ലേ? എന്തിനായിരുന്നു എല്ലാരും കൂടെ എന്നോട് ചതി ചെയ്ത്? ഈ വഞ്ചനയ്ക്ക് എന്റെ ചന്ദ്രാമയും കൂട്ടുനിന്നില്ലേ? അതോർക്കുമ്പോ എനിക്ക് ഇതിലും ഭേദം ഞാൻ ആശുപത്രിയിൽ കിടന്ന് മരിക്കുന്നതായിരുന്നു. എന്തിനാ എല്ലാരും കൂടെ എന്നെ ജീവിപ്പിച്ച് കൊണ്ടുവന്നത്? എന്തിനാ എല്ലാരും കൂടി എന്നെ വീട്ടുവേഷം കെട്ടിച്ചത്? ഇവിടെ കൊണ്ടുവന്ന് നരകിപ്പിച്ച് കൊല്ല ചെയ്യാനോ? എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തതിന്റെ ശിക്ഷയാ നിങ്ങൾ എല്ലാരും കൂടി എനിക്ക് തന്നത്? എന്തിനാ എന്നെ ഇത്രയും ക്രൂരമായിട്ട് ചതിച്ചത്? ചെല്ലു, 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 I love you, ചെല്ലു, I love you, ചെല്ലു, ചെല്ലു, ചെല്ലു. നല്ല മനസ്സിനുടമയാണെന്ന് ഞാൻ കരുതി. എന്റെ മുന്നിൽ അഭിനയിച്ച് എന്റെ സ്നേഹമെല്ലാം പിടിച്ചു വാങ്ങി എന്നെ ചതിച്ചു. ജീവിതകാലം മുഴുവൻ എനിക്കൊരു താങ്ങായി തണലായി കൂട്ടായി ഉണ്ടാവുമെന്ന് ഞാൻ വെറുതെ കരുതി പോയി ചന്ദ്രാമ. പക്ഷെ എന്നെ ഇങ്ങനെയാള് ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല.